നമസ്കാരം. ഞാൻ കണ്ട ഓസ്കർ സിനിമകളെ പറ്റിയാണ് ഇപ്രാവശ്യത്തെ ഓസ്കർ സിനിമ ഞാൻ കണ്ട സിനിമകൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞൊരു പടം, പിന്നെ സിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു പടം, പിന്നെ വെപ്പൺസ് എന്നൊരു പടം കണ്ടിട്ടുണ്ട്, F1 എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ട്, പിന്നെ ഹാംലെറ്റ് എന്ന് പറഞ്ഞ പടം, പിന്നെ ഉള്ളത് അവതാർ കണ്ടതാണ്, പിന്നെ മാർട്ടിൻ സുപ്രീം എന്ന് പറഞ്ഞൊരു പടം. ഇത്ര പടങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം ഓസ്കറിൽ കണ്ട സിനിമകൾ. ഇതിനകത്ത് വൺ ബാറ്റിൽ ആഫ്റ്റർ അതിനെ പറ്റി ആദ്യം പറയാം. ഇതൊരു അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലഹം നടക്കുന്ന, അതാണ് ഇതിൻ്റെ മെയിൻ കഥ. ഇതിനകത്ത് ഒരു വൈറ്റ് സുപ്രീം, അതായത് വൈറ്റുകൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഒരു ഭാഷക്കാരുമായിട്ടോ എന്ന് വെച്ചാൽ നിറമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്തൊരു വൈറ്റ് സുപ്രീമിൻ്റെ ഒരു കഥയാണ് ഇതിനകത്ത് ഇവരെടുത്ത് പറയുന്നത്. ഇതിനകത്ത് നായകൻ്റെ മകളെ തട്ടിക്കൊണ്ടു പോകുന്നു. നായകൻ ഈ മകളെ രക്ഷിക്കാനായിട്ട് നായകൻ ഇതിൻ്റെ പുറകെ പോകുന്നതാണ് ഇതിൻ്റെ കഥയുടെ ഒരു ഇതിവൃത്തം. അത് അടിപൊളിയായിട്ടാണ് ഡിക്കോപ്രിയ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഡിക്കോപ്രിയയുടെ മകളല്ല, തട്ടിക്കൊണ്ട് പോയ ആളുടെ മോളാണ് ശരിക്കും ഇത്. അതാണ് അതിൻ്റെ കഥയുടെ ഒരു ട്വിസ്റ്റ്. എന്നാലും നിങ്ങളിത് കണ്ടു നോക്കൂ കേട്ടോ. കിട്ടില്ലെന്നാണ് ഡിക്കോപ്രിയയ്ക്ക് ഇപ്രാവശ്യത്തെ ഓസ്കർ കിട്ടേണ്ട ഒരു പടവും കൂടെയാണ്. പക്ഷേ അത് എന്താണെന്ന് അറിയത്തില്ല, ഡിക്കോപ്രിയക്കല്ല കിട്ടിയത്, സിന്നേഴ്സിനാണ് ഇത് കിട്ടിയത്. സിന്നേഴ്സിൻ്റെ ഡയറക്ടർ മൈക്കിൾ ബി ജോർദൻ അതിന് ഇപ്രാവശ്യത്തെ ഓസ്കർ കിട്ടിയത്. ഏതായാലും ഇതിന് കിട്ടിയ വൺ ബാറ്റിൽ ആഫ്റ്ററിന് കിട്ടിയ മെയിൻ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, പിന്നെയുള്ളത് ബെസ്റ്റ് ക്യാമറ എഡിറ്റിങ്, പിന്നെ ബെസ്റ്റ് കാസ്റ്റിങ്, ഇത്രയും അവാർഡാണ് ഈ വൺ ബാറ്റിൽ ആഫ്റ്ററിന് കിട്ടിയത്. രണ്ടാമത്തേത് സിന്നേഴ്സ് എന്ന പടമാണ്. സിന്നേഴ്സിൻ്റെ കഥ ഇതെന്ന് പറഞ്ഞാൽ ഒരു വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള 1930 നടക്കുന്ന ഒരു കഥയാണ്. സിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ പാപികൾ എന്നാണ് അവർക്കങ്ങനെ അറിയപ്പെടാനാണ് അവർക്കും ഇഷ്ടം. എന്ന് വെച്ചാൽ അവരൊരു ക്ലബ്ബ് ഉണ്ടാക്കുന്നു, അവിടെ അവരുടെ രീതിയിൽ അവർ പാട്ട്, ഡാൻസ്, അങ്ങനെയൊക്കെ രീതിയിൽ സിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവർ, അങ്ങനെയൊക്കെയുള്ള ഒരർത്ഥമാണ് അവർ ആ രീതിയിൽ മുന്നോട്ട് പോയി അവരവരുടെ ക്ലബ്ബ് ഉണ്ടാക്കി അവിടെ അവരാഘോഷമൊക്കെ നടത്തുമ്പോൾ അവിടെ ഒരു വാമ്പയർ ഉണ്ടാകുന്നു. വാമ്പയറിൻ്റെ ആക്രമിക്കാൻ വരുന്നു. അതൊരു തീമായിട്ടാണ്, പക്ഷേ അത് അടിപൊളി ഉഗ്രനായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാമല്ലോ, ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് മൈക്കിൾ ബി ജോർദന് കൊടുക്കാനുള്ളതില്ല. ഡബിൾ റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആക്ടർ എന്നുള്ളത് ഒന്ന് തിമോത്തി ഷാലിനോ അല്ലെങ്കിൽ ഡിക്കാപ്രിയൊക്കെ ആയിരുന്നു കൊടുക്കേണ്ടത്. തിമോത്തി ഷാലിനെ അഭിനയിച്ച പടം കിട്ടിയിലും പടമായിട്ട് മാർട്ടി സുപ്രീം എന്ന് പറഞ്ഞൊരു പടം, ഇവർ രണ്ടുപേർക്കായിരുന്നു കൊടുക്കേണ്ടത് ഓസ്കർ. പക്ഷേ കിട്ടിയത് മൈക്കിൾ ബി ജോർദനാണ് കിട്ടിയത്. പിന്നെ കണ്ടത് ഹാംലെറ്റ് എന്ന് പറയുന്നത്. ഹാംലെറ്റിലാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് പുള്ളിക്കാരിക്കുള്ള ജെസ്സി, അങ്ങനെയുള്ള പുള്ളിയുടെ പേര്. അത് ഹാംലെറ്റ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഭയങ്കര ട്രാജഡി മൂവിയാണ്. ഒരു ഷേക്സ്പിയറിൻ്റെ അങ്ങനെ ഒരു ടച്ച് മൂവി, ഷേക്സ്പിയറിൻ്റെ സ്വന്തം ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു ടച്ചിങ് മൂവിയാണ്. പക്ഷേ ഭയങ്കര ട്രാജഡി ആയിട്ടാണ് പടം. ട്രാജഡിയാണ്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പടം പോകുന്നത് ഹാംലെറ്റ്. അതാണ് എനിക്കങ്ങ് ഹാംലെറ്റിൻ്റെ ഒരു തീം ഇഷ്ടപ്പെടായിരുന്നത്. പിന്നെ F1ൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങിനാണ്. അത് വേറൊന്നും പറയാനില്ല, കണ്ടവർക്കറിയാം. അതൊക്കെ ഐമാക്സ് കണ്ടാൽ ജീവിതത്തിൽ അതുപോലത്തെ ഒരു മേക്കിംഗ് പടം അതുപോലെയായിരുന്നു ഐമാക്സിലെ പടം കാണേണ്ടത്. ഞാൻ 2 പ്രാവശ്യം കണ്ടതാണ് F1. ഉഗ്ര മേക്കിങ്, ആ റേസിങ്ങിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, എടുത്തിരിക്കുന്നതൊക്കെ കിടിലനായിട്ടാണ് എടുത്തിരിക്കുന്നത്, അത്ര അടിപൊളി. പിന്നെ ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞില്ല, വെപ്പൺസ് എന്ന് പറഞ്ഞ പടം. വെപ്പൺസിലെ മന്ത്രവാദിനിയില്ലേ, ആ പുള്ളിക്കാരിക്കാണ് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ കിട്ടിയിരിക്കുന്നത്. അതും ഉഗ്രനായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. കണ്ടൊക്കെ എല്ലാവർക്കും വെപ്പൺസൊക്കെ ഒരുമാതിരിപ്പെട്ട ഒരു പഠന പടമാണ്. ഒരു ഹൊറർ മൂവിയാണ്, അതെല്ലാവരും കണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മന്ത്രവാദിനിക്കാണ് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടറിന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലെ വില്ലൻ റോൾ ചെയ്ത പട്ടാളക്കാരന് എൻ്റെ പൊന്നു സമ്മതിച്ചു കൊടുക്കണം. പുള്ളിയുടെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ പുള്ളി ജീവിക്കുമായിരുന്നു. പുള്ളി ഒരു വെടി കിട്ടിയിട്ട്, ഒരു മുഖത്തിന് വെടി കിട്ടിയിട്ട് പുള്ളി ഒരു ഹൈവേ കൂടെ നടന്നു വരുന്നൊരു സീനുണ്ട് ലാസ്റ്റ്. സമ്മതിച്ചു, ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ഉഗ്രനായിട്ടുണ്ട്. വേറെ ലെവൽ അഭിനയം, അത്രയ്ക്ക് കേസായിരുന്നു പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടൊരു പടം ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു പടമാണ്. ഫ്രാങ്കൻസ്റ്റൈന് നമ്മളൊക്കെ പണ്ടേ കേട്ടിട്ടുള്ള ഒരു ഫ്രാങ്കൻസ്റ്റൈൻ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മനുഷ്യൻ, അതൊരു പ്രേതം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ കിട്ടിയിരിക്കുന്ന മേക്കപ്പിനും അതിൻ്റെ കോസ്റ്റ്യൂമിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് രണ്ടും കൂട്ടിക്കൊണ്ട് തന്നെയാണ് അടിപൊളി. അത് നെറ്റ്ഫ്ലിക്സിലാണ് പറയുന്നത്, നേരിട്ട് റിലീസ് അല്ലായിരുന്നു, നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസായത്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. കിട്ടില്ല കേട്ടോ, ഒന്നും പറയാനില്ല ഫ്രാങ്കൻസ്റ്റൈൻ. പിന്നെ അവതാറിൻ്റെ VFX, അത് പിന്നെ വേറെ ഒന്നിനും കൊടുക്കാനില്ല, അത്രയും മേക്കിംഗ് കണ്ടവർക്കറിയാം. അവതാറിൻ്റെ VFX അവതാറിന് തന്നെ. പിന്നെ ഞാൻ കണ്ട ആനിമേഷൻ മൂവി ഞാൻ കണ്ടിട്ടുള്ള ഒരു സുട്ടോപ്പിയ 2 എന്ന് പറഞ്ഞ പടമാണ്. അതാണ് നോമിനേഷൻ പോയിട്ടുള്ളത്, പക്ഷേ അതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ല.
സുട്ടോപ്പറ്റി ഒരു സൂപ്പർ പടമായിരുന്നു. പക്ഷേ കിട്ടിയത് കെ പോപ്പ് എന്ന് പറഞ്ഞൊരു പടം. കെ പോപ്പ് അതിൻ്റെ ബാക്കി എനിക്ക് കിട്ടുന്നത് കെ പോപ്പ് എന്ന് പറഞ്ഞ പടത്തിനാണ് കിട്ടിയിരുന്നത്. പക്ഷേ എനിക്കത് അത്ര സൂചിച്ചില്ല. പടം കണ്ട നെറ്റ്ഫ്ലിക്സിലുണ്ട് ആ പടം. സുട്ടോപ്പിയ 2 എല്ലാവരും കണ്ടതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഭയങ്കര ഹിറ്റായിരുന്നു പടം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ ആനിമേഷൻ പടത്തിനോട് വലിയ താല്പര്യമില്ല. അവർ തിയേറ്ററിലൊന്നും വന്നാൽ അത് കാണത്തില്ല. വലിയ പിള്ളേർ സെറ്റോ അങ്ങനെയൊക്കെ കണ്ട താല്പര്യമുള്ളവർ മാത്രമേ ആനിമേഷൻ കാണുള്ളൂ. ഇത്രയുമാണ് ഞാൻ കണ്ട ഓസ്കാർ സിനിമകൾ കേട്ടോ. നിങ്ങൾ കണ്ട ഒന്ന് അഭിപ്രായം പറയുക. ഞാൻ ഇത്ര പടങ്ങളെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ.